സാർ. അല്ല, ആരത്? ഉണ്ണി സാർ. വാ. നീ ഇത് എവിടെയായിരുന്നടാ? കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? തുഷ്ട. വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി. സാധനം കണ്ടപ്പോ പത്രാധിപര് ഹാപ്പി. ഓ, അപ്പം കുറെ ചക്രവത്ത് കാണുമല്ലോ. പറയട്ടെ, പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം. ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയുള്ളൊരു അമ്മാവനാണത്രേ. എന്നിട്ട് പക്ഷെ അയാളാ നമ്മുടെ കഥാനായകൻ. ഉറക്കം വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ചം. വാരാന്ത്യ പതിപ്പിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കഴിച്ച് അതിന് വലിയ കഷ്ടപ്പാട് വേണ്ടല്ലോ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം. ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് എനിക്ക് വല്ല വേറെ ജോലിക്കും പോയിക്കൂടെ? എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. പരസ്യപ്പെടുത്താവോ? ശമ്പളം തരാവോ? എന്ന് പറഞ്ഞാൽ അത് പറ. കഴിഞ്ഞുകൂടെ ആചാരെ. സ്മാളൊന്നുമില്ലേ ഇവിടെ? സ്മാളും കിളൊന്നുമില്ല. ഇതന്നെ ഷാപ്പ. തമാശകളെ ആശാനെ പറ. സോഡ ഇല്ലേ? പിന്നെ സോഡ. അവിടെ വെള്ളം വരുന്നുണ്ട്. വേണമെങ്കിൽ നക്കേച്ചും പോ. വെള്ളമെങ്കിൽ വെള്ളം. അല്ലാതെ മുഴുവൻ തീർത്തോളല്ലേ? എനിക്ക് വേണ്ടല്ലോ. സ്മാൾ എനിക്ക് വെച്ചേക്കണേ. കഷന്റെ ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോജനിക്കാണ് അല്ലേ? ഫോട്ടോസ് അസലായിട്ടുണ്ട്. റിയലി നൈസ്. മൂഡ് കുറവായിരിക്കും. പോസ് ചെയ്തെടുത്തതല്ലേ? സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്. നല്ല ഷാർപ്നെസ്. വെൽ, താങ്ക് യു മിസ്റ്റർ ബാലു. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ അല്ല അല്പ ബിയറായാലോ? ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക. ഐ എം ദയർ. നൈസ് ഓഫ് യു. Come on, get some beer. പോകാൻ ധൃതിയൊന്നുമില്ലോ. എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ്. അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല. താങ്ക് യു. ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ സ്വതവേ കുറിച്ച് റിസർവ്ഡ് ആണ്. വളരെ ക്ലോസ് ആയ കമ്പനിയിൽ ഒഴികെ. ബാലുവിനോട് എനിക്കെന്തോ ഒരു ലൈക്കിംഗ് തോന്നി. നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ. ഐ ലൈക്ക് യുവർ കമ്പനി. അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. എനിക്ക് ലീവ് തീരാൻ ഇനി കഷ്ടിച്ച് 2 ആഴ്ച കൂടി ഉള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ ബാലു ഇങ്ങോട്ട് ഇറങ്ങും. നമുക്ക് പരസ്പരം വാർഷിച്ച് കുറച്ച് സമയം ഇരിക്കാം. ഷുവർ. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ. വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ. അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം. എന്നാലും സോ വിത്ത് ഹെർ മാജസ്റ്റീസ് പെർമിഷൻ, ചിയേഴ്സ്. ഫാദർ ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി. ഇല്ലായിരുന്നെങ്കിൽ അഡ്മിഷന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ അല്ലേ ഈ പഴയ സുഹൃത്തിന് ചെയ്യാൻ കഴിയും. ഏതായാലും ബിജുവിനെ ബോർഡിങ്ങിലാക്കാൻ തീരുമാനിച്ചത് നന്നായി. രേഖയ്ക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്റെ ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ. ഇത്രയും ദൂരെ ബിജുവിനെ ഒറ്റയ്ക്ക് അയക്കാനുള്ള വിഷമം കൊണ്ടാ. എന്നായാലും ജീവിതത്തെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ളതല്ലേ. മിസ്സിസ് നായർ ഒന്നും കൊണ്ടും ബോധർ ചെയ്യണ്ട. ഇന്നു മുതൽ ബിജു ഞങ്ങളുടെ കുട്ടിയാണ്. ഇല്ലേ മോനെ? വരട്ടെ മോനെ. ബി ഹാപ്പി. പോട്ടെ മോനെ, നന്നായി പഠിക്കണം കേട്ടോ. മിടുക്കനാവണം. ബൈ. വരട്ടെ. മോനെ പ്രാർത്ഥിക്കാൻ അറിയാമോ? പഠിപ്പിച്ചു തരാം. അച്ഛൻ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി. നമുക്ക് അങ്ങോട്ട് പോവാം. വരും. ബഹളം വെച്ച് നല്ലവരുണ്ട്. എങ്ങോട്ടാണോ? ഹോളിഡേ ഉണ്ടായി. ഹലോ, ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ. ബോട്ടിംഗ്.
വാന്നേ സാറേ ഞാനല്ലേ അത് പറഞ്ഞാ മതി പോയാവല്ലേ ശരി വാ You are doing something great here. Try the boat. നീ പോയി കപ്പലോടിക്കുന്ന വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would marry Captain's daughter more than anybody. Oh, I would drive, he would drive, both would drive together, running up in the middle of the night and shooting each other. Hey, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പാടാൻ അറിയാവുന്നതുകൊണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് കാറ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ടുപേര് പാടുന്നേ. ഷീസ് എ പോയറ്റസ്. എന്നാ ഒരു കവിത. രേഖ, ഒരു തണുത്ത ബിയർ തരും.